അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചെറുതുരുത്തിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചുങ്കം സെന്ററിൽ നിന്നും ആരംഭിച്ച് കൊച്ചിൻ പാലത്തിലെത്തിയ പ്രകടനം വീണ്ടും ചുങ്കം സെന്ററിലെത്തി സമാപനം കുറിച്ചു. പ്രതിഷേധ പൊതുയോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വലിച്ചിഴച്ച് അതിക്രൂരമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തെ കച്ചവടം ചെയ്ത നരേന്ദ്രമോദി സർക്കാരിനെതിരെയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ പേടിച്ച് അതിനെ പോലീസുകാരെ കൊണ്ട് നിയന്ത്രിക്കാമെന്ന് ഉള്ള ഒരു ഗൂഢവിശ്വാസത്തിൽ നരേന്ദ്രമോദി ഇറക്കിയ ഈ വൃത്തികെട്ട ഈ പ്രതിരോധത്തിന് ജനങ്ങൾ തെരുവിൽ മറുപടി പറയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നു മുതൽ അതിശക്തമായി തന്നെ സമരരംഗത്തുണ്ടാകും. നരേന്ദ്രമോദി ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. PT തമ്പിമണി, K മോഹൻദാസ്, അർഷദ് പള്ളിക്കൽ, മനോജ് തൈക്കാട്ട്, ഷഹീർ ചെറുതുരുത്തി, PC ബാബു, ഷാജി, ബീന, രതീഷ് കുട്ടൻ, ഹരിദാസ്, കുവൈറ്റ് OICC ജനറൽ സെക്രട്ടറി റസാഖ് ചെറുതുരുത്തി, PK നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുകയുണ്ടായി. ആ സമരത്തെ ജനങ്ങളെ, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഇന്ത്യയിലെ കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. ആ സമരത്തിൽ നിന്നും നമ്മുടെ നേതാക്കളെ അതിക്രൂരമായി അറസ്റ്റ് ചെയ്ത് നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മളോട് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ പ്രതിഷേധങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ എത്രയോ മാസക്കാലമായി വിദ്യാർത്ഥികൾ നേരിടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തെരുവിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമരം ചെയ്യുകയും പ്രതിഷേധം നയിക്കുകയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രക്ഷോഭങ്ങൾക്ക് കൃത്യമായ പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയിട്ടുള്ള പ്രതിഷേധ പരിപാടി, അതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് ആക്രമിക്കുകയും മഹാത്മാഗാന്ധി നടത്തിയിട്ടുള്ള സമരം പോലെ വളരെ ശാന്തമായി നടത്തിയ ആ സമരത്തെ ഡൽഹിയിലെ കാവി അണിഞ്ഞ നരേന്ദ്രമോദിയുടെ വിഷനായക്കളെന്ന് പറയാവുന്ന ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ടിവിയിൽ കണ്ടത്. നിരവധി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV. മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ.